നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞു വന്നത് അരീനിയസ് തിയറിയാണ്. അടുത്ത ശരിക്കും പറഞ്ഞാൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ല ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. അത് പറയണമെങ്കിൽ അരീനിയസ് തിയറി കൃത്യമായിട്ട് മനസ്സിലാക്കണം. അരീനിയസ് തിയറി എന്താണെന്നാ പറഞ്ഞത്? അരീനിയസ് തിയറി പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടന്നിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ഒരു ഇന്റർമീഡിയറ്റിലൂടെയാണെന്നാണ് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അത് ഏത് റിയാക്ഷൻ ആണെങ്കിലും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു, H2 ഗേഷ്യസ് സ്റ്റേറ്റ്, I2 ഗേഷ്യസ് സ്റ്റേറ്റ്, 2Hi. അവിടെ ഈ H2 ഞാൻ ഈ ഒരു ബോണ്ടിങ് രീതിയിൽ എഴുതി, I2 ഞാൻ ഈ ഒരു ബോണ്ടിങ് രീതിയിൽ എഴുതി. എന്നിട്ട് സാധാരണഗതിയിൽ ഡയറക്റ്റ് ആയിട്ട് 2Hi എന്ന് എഴുതാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ Hഉം Hഉം തമ്മിലുള്ള ബോണ്ട് പൊട്ടിയതായിട്ടും Iയും Iയും തമ്മിലുള്ള ബോണ്ട് പൊട്ടിയതായിട്ടും എഴുതി. അതേസമയം Hഉം Iയും തമ്മിലുള്ള ബോണ്ട് മേക്ക് ചെയ്തതായിട്ടും ഈ H Iയും തമ്മിലുള്ള ബോണ്ട് മേക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതായിട്ടും നമ്മൾ എഴുതി. കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ബോണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയി, മറ്റേ ബോണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തു. അങ്ങനെ ഉണ്ടാകുന്ന 2 HI മോളിക്കൂളാണ് ആ മുകളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആ കണ്ടീഷനെ നമ്മൾ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ? പിന്നെ മോളിക്കൂൾ ഓഫ് H2 and I2 collide to form an unstable intermediate which exists for a very short time. അത് അൺസ്റ്റേബിൾ പ്രോഡക്റ്റ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം നിൽക്കത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2 HI മോളിക്കൂളായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാനായിട്ട് ഒരു എനർജി ആവശ്യമാണ്. ആ എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കും. അപ്പം അതെന്താണെന്ന് എഴുതാം. അടുത്ത ഹെഡിങ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി അതിനെ നമ്മൾ ഇ സഫിക്സ് എ എന്ന് പറയും. ഇ എ എന്ന് പറയും. അപ്പം എഴുതേണ്ടത് മിനിമം 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 എനർജി മിനിമം എനർജി എനർജി മിനിമം എനർജി റിക്വയർഡ് റിക്വയർഡ് മിനിമം എനർജി റിക്വയർഡ് ടു കൺവേർട്ട് convert a reactant convert a reactant into activated complex is known as activation energy. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് ഈ റിയാക്റ്റന്റ് മോളിക്യൂൾസിന്റെ ഒരു എനർജി കാണും, അതും ഈ കോംപ്ലക്സിന്റെ എനർജി കാണും. അത് തമ്മിലുള്ള വ്യത്യാസത്തെയും നമ്മൾ ആക്ടിവേഷൻ എനർജി എന്നാണ് പറയുന്നത്. അതായത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഈ എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ എഴുതാം. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ activated complex and reactant molecule. ഇതിനൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്. നോക്കിക്കോളൂ. നമ്മൾ ഈ ഗ്രാഫിന്റെ y ആക്സിസിൽ നമ്മൾ എഴുതുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതേപോലെ തന്നെ ഈ y x ആക്സിസിൽ നമ്മൾ എഴുതുന്നത് റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനെയാണ് റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ റിയാക്ഷന്റെ കോർഡിനേറ്റ്. അപ്പോൾ റിയാക്ഷൻ ഫ്രണ്ടിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിക്ക് വരുന്ന വ്യത്യാസം എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി മീൻസ് അതിന്റെ എനർജിക്ക് വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ റിയാക്ഷൻ കോർഡിനേറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എനർജി ലൈൻ മാർക്ക് ചെയ്യാണ്. ഈ എനർജി നമ്മുടെ H2 + I2ന്റെ എനർജിയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു എനർജി കൊടുക്കണമല്ലോ. അപ്പൊ ഇവരുടെ എനർജി ഇങ്ങനെ കൂടി നന്ദിത ഒരു അര പേജ് വിട്ടിട്ട് എഴുതണേ. ഓക്കെ, H2 + I2 ഇതിങ്ങനെ എന്ത് ചെയ്തു? കൂടി വരുന്നു, ഒരു മാക്സിമം വാല്യൂ ആവുന്നു. പിന്നെന്താ? പിന്നീട് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ, അതായത് 2Hiയുടെ മാർക്ക്, എനർജി ലൈൻ മാർക്ക് ഇവിടെ. അതായത് ഈ ലൈനും ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അവിടെ അങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഗ്രാഫ്. അപ്പോൾ ഇതാണ് ഇന്റർമീഡിയറ്റ്. ഇതാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇവിടെ വരുമ്പോഴാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഇതാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതായത് ആ ഇന്റർമീഡിയറ്റ്. നമുക്കറിയാലോ, ഈ H2 + I2ൽ നിന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ എനർജീനെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? E എന്ന് എഴുതുന്നത്.
അപ്പൊ നോക്കി ഇത് തമ്മിലൊരു വ്യത്യാസം ഇല്ലേ? ഈ ഒരു തമ്മിലുള്ള വ്യത്യാസം അവിടുത്തെ എൻതാൽപി ചേഞ്ച് ഡെൽറ്റ എച്ച്. അതായത് റിയാക്ട് ചെയ്യുന്ന സമയത്തുള്ള അതിന്റെ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ എൻതാൽപി എന്ന് പറയുന്നത്. ഗ്രാഫ് പഠിക്കുക, ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അറീനിയസ് ഇക്വേഷൻ, ഇത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഡെറിവേഷൻ ആണ്. അതൊരു രണ്ട് മെത്തേഡ് ഉണ്ട്. ആൾട്ടർനേറ്റ് മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, അതിന്റെ അല്ലാത്ത ആൾട്ടർനേറ്റ് മെത്തേഡും ഉണ്ട്. ഇത് രണ്ടും ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെറിവേഷൻ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഡെറിവേഷനും കൂടെ തരാം. ഇപ്പൊ ഈയിടെ അടുത്തെങ്കിലും ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ന്യൂമറിക്കൽ ഇതിനകത്തൊന്ന് ചോദിക്കും. അപ്പം ആദ്യം അറീനിയസ് ഇക്വേഷൻ അടുത്ത ഹെഡിങ് എഴുതുക. Arrhenius equation അടുത്ത ഹെഡിങ് എഴുതുക. Arrhenius equation. The temperature dependence of rate of a chemical reaction is explained by Arrhenius equation. അതായത് നമുക്കറിയാം നമ്മുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിനെ പറ്റിയാണ് പറയുന്നത്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റിനെ പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ. ആ ഇക്വേഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത് ഇങ്ങനെയാണ്. അല്ലെ ആ ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ടൈമിലാണ് എഴുതുന്നത്. അപ്പൊ K ഈസ് ഈക്വൽ ടു AE റേസ് ടു നെഗറ്റീവ് EA ഡിവൈഡഡ് ബൈ RT. ഇത് പവറിലാണ് വരേണ്ടത്. ഇയുടെ പവർ എക്സ്പോണൻഷ്യൽ ടൈം ആണ്. വേർ A എന്ന് പറയുന്നത് A ഈസ് ദ ഫ്രീക്വൻസി ഫാക്ടർ. അതേപോലെ തന്നെ EA എന്ന് പറയുന്നത് ഈസ് ദ ആക്ടിവേഷൻ എനർജി. അടുത്തത് T എന്ന് പറയുന്നത് നമുക്കറിയാം ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ. അതേപോലെ തന്നെ R എന്ന് പറയുന്നത് ഈസ് ദ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇത്ര എഴുതിക്കോ. ഇത് വെച്ചിട്ട് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഈ ഇക്വേഷന് നാച്ചുറൽ ലോഗരിതം എടുക്കാൻ പോവാണേ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിന്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഇക്വേഷന് നാച്ചുറൽ ലോഗരിതം എടുക്കാൻ പോവാണ്. ടേക്കിംഗ് നാച്ചുറൽ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് ln നമ്മൾ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു. അപ്പം lnk ഈസ് ഈക്വൽ ടു ln AE റേസ് ടു നെഗറ്റീവ് EA ഡിവൈഡഡ് ബൈ RT. രണ്ടിനും എന്തെടുക്കാൻ പോവാ നമ്മള് അനീറ്റ ഒരു ഒന്നൊന്നര പേജ്, എത്ര, രണ്ട് പേജ് വിടണോ?
അഭിരാമെ 2 പേജ് വിടണോ? അഭിരാമെ ഇന്ന് പഠിപ്പിച്ചത് 2 പേജ്. അപ്പൊ 2 പേജ് വിട്ടിട്ട് ബാക്കി എഴുതിക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഇക്വേഷന്റെ, അതായത് കെ എ ഇ റേസ് ടു നെഗറ്റീവ് ഇ എ ഡിവൈഡ് ബൈ ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷന്റെ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം എടുക്കാൻ പോവാണ്. എൽ എൻ കെ ഈസ് ഈക്വൽ ടു എൽ എൻ എ ഇ റേസ് ടു നെഗറ്റീവ് ഇ എ ഡിവൈഡ് ബൈ ആർ ടി. അപ്പൊ നമുക്കറിയാം ഇവിടെ എൽ എൻ കെ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ലോഗ് എ ഇൻറ്റു, ശരിക്കും ഇവിടെ എൽ എൻ എ ഇൻറ്റു ഇ റേസ് ടു അല്ലേ. നമുക്കറിയാം സൈഡിലോട്ട് വേണമെങ്കിൽ എഴുതിയിട്ടേക്കണം. എന്താ? ലോഗ് 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 എ ബിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം? ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അത് തന്നെയുള്ളൂ ഇവിടെ. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ എൽ എൻ എ ഇ റേസ് ടു എന്ന് പറയുമ്പോൾ എൽ എൻ എ പ്ലസ് എന്താ? എൽ എൻ ഇ റേസ് ടു നെഗറ്റീവ് ഇ എ ഡിവൈഡ് ബൈ ആർ. വീണ്ടും നമ്മൾ എൽ എൻ കെ ഈസ് ഈക്വൽ ടു എൽ എൻ എ പ്ലസ്, നമുക്കറിയാം ലോഗ് ഇ റേസ് ടു, ലോഗ് എപ്പോഴും ഒരു എക്സ്പോണൻഷ്യൽ ടേമിന്റെ ഒരു 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 പവർ വരുവാണെങ്കിൽ എപ്പോഴും ആ പവർ തന്നെ ആയിരിക്കും അതിന്റെ ആൻസർ. അതായത് എക്സ്പോണൻഷ്യൽ ടേമിന്റെ പവർ വരുന്ന ഒരു ലോഗ് വരുവാണെങ്കിൽ, ലോഗ് ഇ റേസ് ടു എക്സ് ആണെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും എക്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ? എൽ എൻ ഇ റേസ് ടു നെഗറ്റീവ് ഇ എ ഡിവൈഡ് ബൈ ആർ ടി ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ഇ എ ഡിവൈഡ് ബൈ ആർ ടി ആയിരിക്കും. അത് വേണമെങ്കിൽ എഴുതി ഇട്ടേക്കണം കേട്ടോ, വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി ഇട്ടേക്കണം, തന്റെ ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? എൽ എൻ കെ ഈസ് ഈക്വൽ ടു എൽ എൻ എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ആക്ടിവേഷൻ എനർജി ഇ എയുടെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇ എ മാത്രം ഒരു സൈഡിലാക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പം ഇ എ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഇ എ ആക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എല്ലാ ടേമിനെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് അറിയാമോ? 2 അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എൽ എന്നിനെ ലോഗ് ആക്കാം. എൽ എന്നിനെ ലോഗ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതിനെ ഞാൻ 2.303 ലോഗ് കെ എന്നാക്കുന്നു. ഇവിടെയും 2.303 ലോഗ് എ എന്നാക്കുന്നു. മൈനസ് എന്താണ്? ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി. ഞാൻ എല്ലാ ടേമിനെയും എന്താ 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡിങ് ഈച്ച് ടേം വിത്ത് എന്താണ്? 2.303. അപ്പൊ എന്ത് വരും? അപ്പം ഇവിടെ 2.303 ലോഗ് കെ ഡിവൈഡഡ് ബൈ 2.303 ഈസ് ഈക്വൽ ടു 2.303 ലോഗ് എ ഡിവൈഡഡ് ബൈ 2.303 മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി ഇൻറ്റു എന്തെന്നാക്കാം? 1/2. അത് ഇൻറ്റു എന്നല്ല വരുന്നത്, ഡിവൈഡ് ബൈ വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ്. ഡിവൈഡഡ് ബൈ എന്താ? ഡിവൈഡഡ് ബൈ 2.303 എന്നാണ് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം ഞാൻ ഒറ്റയടിക്ക് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഇനിയും എന്തായാലും അതങ്ങ് എഴുതിയേക്കാം. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി, ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെന്ന് വരും? ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി ഇൻറ്റു, ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മോളിൽ ഇതിൻ്റെ കൂടെ വരും, ഇത് ഇവിടെ വരും. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് 1/2.303 എഴുതാം. എന്നിട്ട് ഒന്നുകൂടെ ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഒരുമിച്ച് എഴുതിയിട്ട് ഇൻറ്റു 1/t എന്നാക്കുകയാണ്. അതെന്തിനാ അറിയാം? നമുക്ക് ഈ ഇക്വേഷൻ ഓഫ് ലൈനുമായിട്ടൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് രണ്ട് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിപ്പം ഒരു ഇക്വേഷൻ ആക്കി വെച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, ഒരു ആൾട്ടർനേറ്റ് മെത്തേഡും ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ വരെ ചെയ്തു വെച്ചിട്ടാണ് അത് രണ്ട് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഇത് ഒരു ബോക്സ് ഇട്ട് വെച്ചോ, ഇതൊരു ബോക്സ് ഇട്ട് വെച്ചോ. എന്നിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, ഇവാലുവേഷൻ ഓഫ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി അപ്പൊ അതിനകത്ത് ഒന്നാമത്തേത് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ്.
ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് നമ്മൾ ഈ ഇക്വേഷൻ തൊട്ട് മുമ്പേ ചെയ്തു വെച്ച ഈ ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതുകയാണ്. ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/. ഓക്കെ, ഇതിനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ലോഗ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/t പ്ലസ് എന്താ ലോഗ് എ എന്ന് എഴുതുകയാണ്. എന്നിട്ട് y ഈസിക്കൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് ലൈനുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാം. y ഈസിക്കൽ എം എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ y ആക്സിസിൽ ലോഗ് കെ വരുന്നു, എക്സ് ആക്സിസിൽ 1/t വരുന്നു, y ഇന്റർസെപ്റ്റ് ലോഗ് എ വരുന്നു, അതിൽ എം എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് ഇ എ ഡിവൈഡ് ബൈ 2.303 ആർ വരുന്നു. അതായത് നമുക്ക് തന്നെ ഇങ്ങനെ ഗ്രാഫ് വരച്ചാൽ നോക്കിയോളൂ, ഇങ്ങനെ ഗ്രാഫ് വരച്ചാൽ y ആക്സിസിന് നേരെ കിടക്കുന്നത് ലോഗ് എ ആണ്, എക്സ് ആക്സിസിന് നേരെ കിടക്കുന്നത് 1/t ആണ്, 1/t ആണ്. അതേപോലെ സ്ലോപ്പ് കിടക്കുന്നുണ്ടോ, സ്ലോപ്പ് നെഗറ്റീവ് ഇ എ ഡിവൈഡ് ബൈ, അപ്പം നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് താഴോട്ടാണ്. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാവൂ, എന്നിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കാൻ, അല്ല ഒറ്റ ലൈനായിട്ട് വരയ്ക്കല് കേട്ടോ, നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ നമ്മൾ ഇത് വലിച്ചു നീട്ടുക, ഇവിടെ കൊണ്ട് മുട്ടിക്കുക. വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്ന ആ ഗ്രാഫ് കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സി വൈ ഇന്റർസെപ്റ്റ് ആയിട്ട് എടുക്കുന്നത്. വൈ ഇന്റർസെപ്റ്റ് ഇവിടെ എന്താ ലോഗ് എ ആണ്, അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും ലോഗ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ സ്ലോപ്പ് ആണ്, അതായത് എം ആണ്, നെഗറ്റീവ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ. നമുക്ക് സ്ലോപ്പ് തന്നിട്ട് ചിലപ്പോൾ ഇ എ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തരും, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിപ്പിച്ചത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, സ്ലോപ്പിൽ നിന്ന് ഇ എ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമുക്ക് ഇതിൽ നിന്ന് ഇ എ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്താൽ മതി, ഇ എ ഈസിക്കൽ ടു നെഗറ്റീവ് 2.303 ആർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ആ തന്നിരിക്കുന്ന സ്ലോപ്പ് വാല്യൂ ചെയ്താൽ മതി, അപ്പൊ ഇ എ കിട്ടും. കണ്ടോ, അപ്പൊ ഇവാലുവേഷൻ ഓഫ് സ്ലോപ്പ് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ് ആയി. ഇനി ഒരു ആൾട്ടർനേറ്റ് മെത്തേഡ് ഉണ്ട്, അത് ഇക്വേഷൻ ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ പഠിക്കേണ്ട, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇതിന്റെ എല്ലാം ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ആ ചില്ലിട്ട് വെച്ചിരിക്കുന്ന ഇക്വേഷൻ മാത്രം ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ചെറുതാക്കാം, എഴുതാനുള്ളതെല്ലാം എഴുതിയെടുക്കുക. ഓക്കെ, ഇനിയും അടുത്തത് ആൾട്ടർനേറ്റ് മെത്തേഡ് ആണ്. നമ്മളിപ്പം ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് എ എടുത്തത്, ബി എന്ന് എഴുതിയിട്ട് ആൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് എഴുതാം. ബി എന്ന് ഇട്ടിട്ട് ആൾട്ടർനേറ്റ് മെത്തേഡ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഇക്വേഷനെ, ലോഗ് കെയുടെ ഇക്വേഷനെ ഞാൻ രണ്ടായിട്ട് എടുക്കാം. നമുക്കറിയാം ലോഗ് കെയുടെ ഇക്വേഷൻ എന്താ, ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/t എന്നാണ്. ഞാൻ രണ്ട് എന്താണ് ടെമ്പറേച്ചറിലുള്ള ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ലോഗ്
K1 ഈസ് ഈക്വൽ ടു ലോഗ് എ കോൺസ്റ്റന്റ് ആണ്. എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ എ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഫാക്ടർ ആണെന്നല്ലേ പറഞ്ഞത് നമ്മൾ നേരത്തെ എഴുതിയ സമയത്ത്. ഈ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് ഇന്ന് ക്ലാസ് തുടങ്ങുമ്പം പറഞ്ഞതാണ്, റിയാക്ഷൻ നടക്കുമ്പോൾ ഈ റിയാക്റ്റന്റ് മോളിക്യൂൾസ് തമ്മിൽ ഇടിച്ചിട്ടാണ് റിയാക്റ്റന്റ് മോളിക്യൂൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. അങ്ങനെ ഒരു മോളിക്യൂൾ തന്നെ പലതവണ ഇടിക്കും. അപ്പൊ ആ ഇടിക്കുന്നതിന്റെ ആ നമ്പർ ഓഫ് ഫ്രീക്വൻസി നമുക്കറിയില്ല. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ സാധാരണഗതിയിൽ നമ്മുടെ ഓസിലേഷനിലുള്ള ഫ്രീക്വൻസി എന്താ? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. അപ്പം ഒരു സെക്കൻഡിൽ എത്ര തവണ ഇടിച്ചു മോളിക്യൂൾസ് തമ്മിൽ എന്നുള്ളതാണ് ഈ എ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഫ്രീക്വൻസി ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയോ. അപ്പം ഇവിടെ ഓക്കെ, അപ്പം ആദ്യത്തെ കേസിൽ എന്താണ്? ലോഗ് K1 ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് എന്താ? എ ഡിവൈഡഡ് ബൈ 2.303 ആണ് ഇൻറ്റു ആർ ഇൻറ്റു 1/T1 എന്ന് എടുക്കുന്നു. അടുത്ത ടെമ്പറേച്ചറിൽ ലോഗ് K2 ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/T2. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാൻ പോകും. അപ്പൊ LHS മൈനസ് LHS, RHS മൈനസ് RHS. അപ്പൊ ഈ സൈഡിൽ എന്ത് വരും? ലോഗ് K2 മൈനസ് ലോഗ് K1 ഈസ് ഈക്വൽ ടു ഇവിടെ ലോഗ് എ മൈനസ് എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/T2. മൈനസ് ആയതുകൊണ്ട് തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഫസ്റ്റ് ഇക്വേഷൻ ലോഗ് എ മൈനസ് എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/T1. ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുമ്പോൾ ലോഗ് എ ബൈ ബി ആണ്. അപ്പൊ ഇവിടുന്നേ വേണമെങ്കിൽ നമുക്ക് ചുമ്മാ സ്റ്റെപ്പ് എഴുതി വലിച്ചു നീട്ടാതെ ലോഗ് K2 ബൈ K1 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു ഇവിടെ ലോഗ് എ മൈനസ് എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/T2 മൈനസ് ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എ പ്ലസ് എന്താ? എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/T1 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ആക്കി. ഇനി ഈ പ്ലസ് ലോഗ് എയും മൈനസ് ലോഗ് എയും പോയി. ബാക്കി ഇവിടെ വരുന്നത് ഇതാണ്. ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു ഈ പ്ലസ് ആയിട്ടുള്ളത് ഞാൻ ആദ്യം എഴുതാണ്. അപ്പൊ T1ന്റെ ഇത് പ്ലസ് ആണ്. അപ്പം EA ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/T1 മൈനസ് EA ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു 1/T2. ഇവിടെ ഒന്ന് കോമൺ എടുക്കാം. ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 ആർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/T1 മൈനസ് 1/T2 എന്ന് വരുന്നു. നമുക്ക് EA ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ LCM എടുക്കുക. ആദ്യം ഇങ്ങോട്ട് LCM എടുക്കുന്നു. അപ്പം ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2 എന്ന് വരുന്നു. ഇനി നമുക്ക് EA കണ്ടുപിടിച്ചാൽ മതി. EA കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? EA മാത്രം ഒരു സൈഡിലാക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. നമുക്കിപ്പോൾ എളുപ്പം ഇവനെയും 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 അപ്പുറത്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ EA ഞാൻ അവിടെ തന്നെ ഇടുകയാണ്. അപ്പം ഓൾറെഡി ഈ സൈഡിൽ ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 കിടപ്പുണ്ട്. ഇപ്പുറത്ത് നിന്ന് ഇവൻ മുകളിലോട്ട് വരുമ്പോൾ അവൻ മുകളിലോട്ട് വരുന്ന സമയത്ത് ഇൻറ്റു 2.303 ആർ ആവും. ഇവൻ താഴോട്ട് വരുമ്പോൾ എന്താണ്? ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് T2 തിരിച്ചെഴുതാം. അതായത് ഇവൻ മുകളിലും താഴെയും വരുമല്ലോ. ഇൻറ്റു എന്താണ്? T1 T2 ഡിവൈഡ് ബൈ എന്താ? T2 മൈനസ് T1 ഈസിക്കൽ ടു എന്താ? EA. അപ്പം ഫൈനലി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. EA ഈസിക്കൽ ടു ഈ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. EA ഈസിക്കൽ ടു 2.303 ആർ ലോഗ് K2 ബൈ K1 ഇൻറ്റു T1 T2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ആൾട്ടർനേറ്റ് മെത്തേഡിലും EA നമ്മൾ വാല്യൂ ചെയ്തു. അതേപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡിലും EA നമ്മൾ വാല്യൂ ചെയ്തു. അല്ലെങ്കിൽ എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇക്വേഷൻ ചെയ്തെടുത്തു. എവിടം വരെയാന്ന് പറയണേ.
Yes. ഓക്കെ, അപ്പൊ നമ്മള് കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺസെപ്റ്റും തീർത്തു, ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺസെപ്റ്റും തീർത്തു, റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി കാറ്റലിസ്റ്റിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ എഴുതിക്കോ, എഫക്റ്റ് ഓഫ് എഴുതിക്കോളൂ. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് catalyst on reaction rate. ഒരു ആദ്യത്തെ a catalyst is a substance which alter the rate of reaction without itself undergoing any permanent chemical change. അതായത് catalyst is a substance which alter the rate of reaction without itself undergoing a permanent chemical change. നമുക്കറിയാം, നമ്മൾ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അവരുടെ ശരീരം വിട്ടു കൊടുക്കത്തേ ഉള്ളൂ, അവർ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. അവരുടെ സർഫസ് വിട്ടു കൊടുക്കും, സർഫസിൽ വന്ന റിയാക്ഷൻ പല സംഭവം നടക്കും. എന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് കാറ്റലിസ്റ്റ് അതേപോലെ തന്നെ നിലനിൽക്കും. പക്ഷേ അത് റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ ആണല്ലോ? അതായത് ഇന്റർമീഡിയറ്റ് ഫോം. അപ്പം വേറൊരു അർത്ഥം കൂടെ ഉണ്ട് നമ്മൾ ഇപ്പൊ പഠിച്ചത് വെച്ചിട്ട്. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഇന്റർമീഡിയറ്റ് പെട്ടെന്ന് ഫോം ചെയ്യുമെന്ന അർത്ഥം. അതിനർത്ഥം അവിടെ ആക്ടിവേഷൻ എനർജി കുറവ് മതി, പെട്ടെന്ന് തന്നെ ആക്ടിവേഷൻ എനർജി ഇന്റർമീഡിയറ്റിലേക്ക് എത്തുമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്. ദ ആക്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് can be explained. ഒരു സെക്കൻഡ്.
this the action of catalyst can be explained by intermediate complex theory intermediate complex theory. അതായത് ഈ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി എന്ന് പറയുന്ന തിയറി വെച്ചിട്ടാണ് എന്ത് കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത ഡോട്ട് എഴുതിക്കോ. കാറ്റലിസ്റ്റ് reduces the activation energy. ഇനി അടുത്തത് catalyst does not alter Gibbs energy എന്ന് പറയുമ്പോൾ ആ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും എൻതാൽപ്പി ചേഞ്ചും കാറ്റലിസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും എൻതാൽപ്പി ചേഞ്ചും സെയിം ആയിരിക്കും. അതായത് ഗിബ്സ് എനർജി ചേഞ്ച് ആവുന്നില്ല. ഞാൻ ഗ്രാഫിക്കലി വരച്ച് കാണിക്കാം, കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇനിയും അതേപോലെ തന്നെ കാറ്റലിസ്റ്റ് സ്പോണ്ടേനിയസ് റിയാക്ഷനെയാണ് എന്ത് ചെയ്യുന്നത്, കാറ്റലൈസ് ചെയ്യുന്നത്. സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തനിയെ നടക്കുന്ന റിയാക്ഷനാണ്. അപ്പൊ തനിയെ നടക്കുന്ന എന്താണ് റിയാക്ഷനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത്. തനിയെ നടക്കാത്ത റിയാക്ഷൻ, അതായത് വേറെ എന്തിൻ്റെലും സഹായത്തോടു കൂടി നടക്കുന്ന റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റ് ആഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം തനിയെ നടക്കുന്ന റിയാക്ഷനകത്താണ് കാറ്റലിസ്റ്റ് ജനറലി യൂസ് ചെയ്യാറെന്നുള്ള കാര്യം ആലോചിക്കുക. അതുകൂടെ പ്രത്യേകം മെൻഷൻ ചെയ്യുക. It catalyzes spontaneous reaction only. It does not catalyzes non-spontaneous reaction. ഇനി അടുത്തത് it does not change equilibrium constant. അതായത് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും വ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ഷെ ആ ഇക്വിലിബ്രിയം റീച്ച് ആകാൻ പെട്ടെന്ന് ഇത് സഹായിക്കും കാറ്റലിസ്റ്റ്. അപ്പൊ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ചസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇറ്റ് ഹെൽപ് to attain equilibrium faster. അപ്പം കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രാഫ് ഒന്ന് നോക്കിയാലോ. അതായത് നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് തന്നെ എടുക്കുകയാണ്. ഇവിടെ എന്താണ്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടെ റിയാക്ഷൻ കോർഡിനേറ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് H2 പ്ലസ് I2 ആണ്. ഇവിടെ എന്താണ് ഇത് നേരത്തെ, അതായത് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാത്ത സമയത്തുള്ള എന്താണ് ഇതിന്റെ ഗ്രാഫാണ്. അതായത് 2HI അല്ലേ. ഇതാണ് അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച്. ഓക്കെ, അതായത് ഡെൽറ്റ എച്ച്. ഇനി കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ആക്ടിവേഷൻ എനർജി വേണ്ട ഇതാണ്. ഇതിന്റെ ആക്ടിവേഷൻ എനർജി വേണ്ട ഇതാണ്. ഇത്രയുമാണ് ഇതിന്റെ ആക്ടിവേഷൻ എനർജി. EA. ഓക്കെ, അടുത്തത് എന്താ, അടുത്തത് ഇവിടെ ഒന്ന് ഇങ്ങനെ വന്ന് കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ താഴോട്ട് പോകും. അപ്പം കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് വിത്തൗട്ട് കാറ്റലിസ്റ്റിന്റെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്, ഇത് വിത്ത് കാറ്റലിസ്റ്റിന്റെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന എനർജി. അപ്പം കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി എത്രയും മതി, ഇത്രയും. ഇതാണ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവേഷൻ എനർജി. പക്ഷെ ഇവിടെ നോക്കി, രണ്ടിന്റെയും എൻതാൽപ്പി ചേഞ്ച് എന്ത് തന്നെയാണ്, ഡെൽറ്റ എച്ച് തന്നെയാണ്. അതിന് ഗിബ്സ് എനർജിക്ക് വേരിയേഷൻ ഒന്നും വരാത്തതുകൊണ്ടാണ് അത് മാറാത്തത് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ജനറലി എഴുതുമ്പോൾ ഇത് H2I2 എന്ന് എഴുതാതെ റിയാക്റ്റന്റ് എന്നും പ്രൊഡക്റ്റ് എന്നും എഴുതാം. ജനറലി എഴുതുമ്പോൾ ഇത് റിയാക്റ്റന്റിന്റെ എനർജി, ഇത് പ്രോഡക്റ്റിന്റെ എനർജി. ഓക്കെ, എന്നിട്ട് ഇത് എഴുതുക. ഇത് എന്താണ്
in presence of catalyst. In presence of catalyst. ഇത് without catalyst. ഈ ഗ്രാഫ് without catalyst. നമുക്കൊരു ടോപ്പിക് കൂടെ ഉള്ളൂ പഠിക്കാൻ, കൊളീഷൻ തിയറി. അതുകൂടെ അങ്ങ് തരുവാണ്. എഴുതാനുണ്ടെങ്കിൽ പറയണേ, മുകളിലോട്ട് കാണിക്കണമെങ്കിൽ പറയണം. ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോണം. X axis and represent ചെയ്യുന്നത്. X axis റിയാക്ഷൻ കോർഡിനേറ്റ്. അത് നേരത്തെ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, റിയാക്ഷൻ കോർഡിനേറ്റ്. നേരത്തെ തന്നോണ്ടാണ് ഞാൻ അങ്ങ് റഫായിട്ട് എഴുതിയത് റിയാക്ഷൻ കോർഡിനേറ്റ്. റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന, കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ എനർജി കൂടി വരുന്നു, കുറഞ്ഞു വരുന്നു, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കൊളീഷൻ തിയറി. ലാസ്റ്റ് ടോപ്പിക് ആണ് കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ റിയാക്ഷനും കൊളീഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് പണ്ട് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞതാണ്. ഇപ്പം ഒരു പാത്രത്തിനകത്ത് ഞാനൊരു 1000 H2 1000 O2 എടുക്കുകയാണെങ്കിൽ ഈ 1000 മോളിക്കൂളും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് 1000 വാട്ടർ മോളിക്കൂൾ ഉണ്ടാവത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മോളിക്യൂൾസും തമ്മിൽ ഇടിച്ചാൽ, അതായത് ക്ലിയർ ആയിട്ട്, അതായത് അതിന്റെ കൃത്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ വെച്ചിട്ട് ഇടിച്ചാൽ മാത്രമേ പ്രൊഡക്റ്റിലേക്ക് പോവുള്ളൂ. കൊളീഷൻ തിയറി അതാണ് പറയുന്നത്. അതായത് പെർഫെക്റ്റ് കൊളീഷൻ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് കൊളീഷൻ തിയറി പറയുന്നത്. പക്ഷെ കൊളീഷൻ തിയറിക്ക് അത് കുറച്ചുകൂടെ വ്യത്യാസം വരുത്തിയിട്ട് പെർഫെക്റ്റ് കൊളീഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വീണ്ടും വരുന്നുണ്ട്. അത് കൊളീഷൻ തിയറി എന്താണെന്ന് പറയാം. ദിസ് collision theory of chemical reaction ആണ്. chemical reaction. This theory is based on kinetic theory of gas. കഴിഞ്ഞ വർഷം +1 പഠിക്കാനുണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു kinetic theory. According to the collision theory, the reactant molecules are assumed to be hard sphere. ഈ റിയാക്ട് ചെയ്യുന്ന മോളിക്യൂളിനെ ഒരു ഹാർഡ് സ്പിയർ ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് റിയാക്ഷൻ ഈസ് postulated to occur when molecules collide with each other perfectly. അതായത് അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി എന്ന റിയാക്ടന്റ് മോളിക്യൂളിനെ ഹാർഡ് സ്പിയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് റിയാക്ഷൻ ഒക്കർ ആണെങ്കിൽ ഇവർ പെർഫെക്റ്റ് ആയിട്ട് കൊളൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടിക്കുന്നതിന്റെ നമ്പർ ഓഫ് ടൈംസ്, അതാണ് കൊളീഷൻ ഫ്രീക്വൻസി. അത് നേരത്തെ ഇതിൽ എ എന്നാണ് എടുത്തത്. പക്ഷെ അവർ കൊളീഷന്റെ ടേംസിലൊന്നും അല്ല പറഞ്ഞത്, പിന്നീടുള്ള പഠനങ്ങളാണ് അത് കൊളീഷൻ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇതിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നേരത്തെ എയുടെ കാര്യം പറഞ്ഞത് ഞാൻ പറയുമായിരുന്നേ, കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ the number of collision per second, number of collision per second per unit volume of reaction mixture.
is called collision frequency. നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതാം. for a bimolecular reaction a plus b gives product എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേറ്റ്, അതായത് കൊളീഷൻ തിയറി വെച്ചിട്ടുള്ള റേറ്റ്, നമ്മൾ നേരത്തെ ടെമ്പറേച്ചർ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള റേറ്റ് ആയിരുന്നു പറഞ്ഞത് EA വെച്ചിട്ട്, ആക്ടിവേഷൻ എനർജി. എന്നാൽ ഇവിടെ കൊളീഷൻ തിയറി വെച്ചിട്ടുള്ള റേറ്റിന്റെ ഇക്വേഷൻ, പുതിയ റേറ്റിന്റെ ഇക്വേഷൻ, റേറ്റ് ഈസ് ഈക്വൽ ടു ZAB e raised to negative EA divided by RT. അതായത് നേരത്തെ റേറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? A e raised to negative EA divided by RT എന്നല്ലേ? ഈ എനെ മാറ്റിയിട്ട് കുറച്ചുകൂടെ കണ്ടോ, കൊളീഷന്റെ കൺസെപ്റ്റ് പെർഫെക്റ്റ് ആക്കി എടുത്തു. ഏതാ എയും ബിയും തമ്മിലുള്ള കൊളീഷൻ, ആ കൊളീഷൻ എന്താണ് കൊളീഷൻ ഫ്രീക്വൻസിയാണ് ZAB എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എടുത്തത്. സെയിം സാധനം തന്നെ കൺസെപ്റ്റ്, പക്ഷെ പഠനങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയപ്പോഴാണ് അത് കൊളീഷൻ ഫ്രീക്വൻസി എന്നുള്ള കാര്യം കൃത്യം മനസ്സിലായത്. ഓക്കെ, അപ്പം where ZAB is the collision frequency of A and B. പിന്നെ e raised to negative EA by RT എന്ന് പറയുമ്പോൾ അവിടുത്തെ എനർജി കൺസെപ്റ്റ് ആണ്, അത് വേണ്ട, അതവിടെ നിൽക്കട്ടെ. ഇനിയും പെർഫെക്റ്റ് കൊളീഷന്റെ ഒരു തിയറിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, അതുകൂടെ ഒന്ന് എഴുതാം. നോക്കിയോ, ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ് കൊളീഷൻ തിയറി. അല്ല, ഒരു കാര്യം അങ്ങനെ എഴുതണ്ട, പ്രോപ്പർ ഓറിയന്റേഷൻ ഇത് എഴുതിക്കോ. ഒരു ഡോട്ട് ഇട്ട് എഴുതിയാൽ മതി. പ്രോപ്പർ ഓറിയന്റേഷൻ ഓഫ് reactant molecule leads to bond formation, whereas improper orientation makes them simply bounce back and no product is formed. അതായത് ചുമ്മാ ഇടിച്ചെന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് ഉണ്ടാവണം നിർബന്ധമില്ല, പ്രോപ്പർ ആയിട്ട് ഇരിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും പ്രോപ്പർ ആയിട്ട് ഇടിച്ചില്ലെങ്കിൽ. ഫോം പ്രൊഡക്റ്റ് ഈസ് ഫോം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ റിയാക്ഷൻ നോക്കൂ, എക്സാമ്പിൾ ആണ് CH3Br plus OH minus gives CH3OH plus Br minus. ഇതാണല്ലോ നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, എന്നാൽ ഇതിനെ സ്ട്രക്ചർ വൈസ് ഒന്ന് നോക്കി. CH3Br പ്ലസ് OH മൈനസ്. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ OH ഇങ്ങനെ വന്ന് ഇടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതും ഒരു നെഗറ്റീവാണ്, തമ്മിൽ റിപ്പൽ ചെയ്യും, ബൗൺസ് ബാക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ബോണ്ട് ഫോം ചെയ്തില്ല, പകരം, അതായത് ഈ വഴി വന്ന് ഇടിച്ചാൽ ബോണ്ട് ഫോം ചെയ്തില്ല, പകരം നോക്കിയോ, അതായത് ഇങ്ങനെ വന്നതുകൊണ്ട് ഇതുമായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഗ്യാപ്പിൽ കൂടെ വന്ന് ആ ഇതുമായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ആ സിയുമായിട്ട് OH ബോണ്ട് ഫോം ചെയ്തിട്ട് ഈ Br-നെ പൊട്ടിച്ചു കളയും. മനസ്സിലായോ? കാരണം 4 എണ്ണേ പറ്റത്തുള്ളൂ, ഒരു ബോണ്ട് ഫോം ചെയ്യണം, മറ്റേ ബോണ്ട് പൊട്ടണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പം നോക്കിയോ, അപ്പൊ ഞാൻ വേണ്ട ഇത് രണ്ട് രീതിയിലും വരയ്ക്കുകയാണ്. ഇത് വേണ്ട ഈ രീതിയിലാണ്, ഈ ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ഇത് ഇംപ്രോപ്പർ ഓറിയന്റേഷൻ ആണ്. അപ്പം നോ പ്രൊഡക്റ്റ്. എന്നാൽ ഇങ്ങനെ വന്നാലോ, CH3Br ഈ OH മൈനസ് ഇങ്ങനെ വന്നാൽ ഇവിടെ എന്താണ്? ഇങ്ങനെ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? CH3OH ഉണ്ടാകുന്നത്. അതായത് ഇങ്ങോട്ട് മാറും, അതിന് മറ്റേ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഉണ്ടാവും. കണ്ടോ, OH മൈനസ് OH ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് പ്ലസ് എന്താ Br മൈനസ് ഇവിടെ. ഇതിനെ നമ്മൾ CH3OH എന്ന് ജനറൽ ആയിട്ട് എഴുതുന്നേ ഉള്ളൂ.
ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. അപ്പൊ ഇവിടെയും ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഞാൻ വരയ്ക്കാൻ വിട്ടുപോയി കേട്ടോ. അതും കൂടെ ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ വരുമ്പോഴും ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇവിടെ കണ്ടോ ഇന്റർമീഡിയറ്റ്സ് ഫോം ചെയ്യും. ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേണ്ട ഇങ്ങനെയാണ്. അതായത് ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഈ Cl ഒരു ഹൈഡ്രജൻ ഇവിടെയും 2 ഹൈഡ്രജൻ ഇവിടെയും ആകുന്നു. എന്നിട്ട് ഈ ബോണ്ട് പെതുക്കെ പൊട്ടും. ബ്രോമിന്റെ ഈ ബോണ്ട് പെതുക്കെ മേക്ക് ചെയ്യും OH. അത് കഴിഞ്ഞിട്ട് ഇത് ഇന്റർമീഡിയറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പം ആ Br പൊട്ടി പോകുമ്പോൾ ഈ H എല്ലാം കണ്ടോ ഒരു സൈഡിലാണ് H ഇവിടെ OH. ശരിക്കും ഇങ്ങനെ എഴുതണേ. ഇത് ഇന്റർമീഡിയറ്റ് ആണ്. ഇത് പ്രോപ്പർ ഓറിയന്റേഷൻ കൂടെ എഴുതണം. ഇവിടെ പ്രോപ്പർ ഓറിയന്റേഷൻ. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർ ഓറിയന്റേഷനിലും കൂടി ഇരിക്കേണ്ടതും കൊണ്ട് നമ്മുടെ എബവ് ഇക്വേഷൻ എന്തായിട്ട് മാറ്റിയെന്ന് അറിയാമോ? ഒരു പ്രോബബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്കത് എഴുതാൻ. അപ്പം ഒരു ഡോട്ട് എഴുതാം. therefore to account for effective collision, effective collision, another factor called probability factor അല്ലെങ്കിൽ steric factor. probability or steric factor is introduced. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? therefore നമ്മുടെ റേറ്റിന്റെ ഇക്വേഷന് നേരത്തെ നമ്മൾ ZAB EA/RT ആയിരുന്നു. അവിടെ ഒരു P കൂടെ ആഡ് ചെയ്തു. P into ZAB e⁻ divided by RT. അപ്പം എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സെന്റൻസ് ആണ്. എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാന്ന് മാത്രമല്ല, ചുമ്മാ ഇടിക്കുക എന്നുള്ള മാത്രമല്ല, പ്രോപ്പർ ഓറിയന്റേഷനിൽ പ്രോപ്പർ കൈനറ്റിക് എനർജിയിൽ ഇടിച്ചിട്ട് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടെ എഴുതി കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. എഫക്റ്റീവ് കൊളീഷനകത്ത് പറയാനുള്ളത് ദ കൊളീഷൻ in which molecule collide with sufficient kinetic energy and proper orientation so as to facilitate breaking and formation of bonds between reactants and products respectively. ഇത്രയുള്ള ചാപ്റ്റർ തീർന്നേ. ഇത്രയുള്ള ഈ ചാപ്റ്റർ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഴുതി കഴിഞ്ഞെങ്കിൽ